ആവേശത്തിലെ അമ്പാൻ സ്റ്റൈലിൽ കാറിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയ യൂട്യൂബർക്കെതിരെ നടപടിയെടുത്ത് ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTO. ഒന്നും വെല്ലുവിളിക്കണ്ട, പഴയ കാലമല്ല എന്ന് മാത്രം ഞാൻ ആ സുഹൃത്തിനെ ഓർമ്മിപ്പിക്കുകയാണ്. കേരളത്തിന്റെ ഒരു അവസ്ഥയെ ദൈവത്തിന്റെ നാടാണെന്നാ പേര്. താമസിക്കുന്ന മുഴുവൻ സാത്താന്മാരും. സഞ്ജു ടെക്കി എന്ന യൂട്യൂബർക്കെതിരെയാണ് നടപടി. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തിന്റെ കുഴപ്പേ. ഞാനത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു വ്യക്തിപരമായ അഭിപ്രായം പണക്കൊഴുപ്പും അഹങ്കാരവുമാണ്. കാശിന്റെ കഴപ്പാ. നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, ചില സ്ഥലത്ത് ആല് കളിച്ചാലും ചിലർക്ക് അതൊരു തണലെന്ന് പറയും. അത്രയേ ഉള്ളൂ. നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. കാർ ഉടമയുടെയും ഡ്രൈവറുടെയും ലൈസൻസ് റദ്ദാക്കി ആദ്യം ആ കലപരിപാടി ഒന്ന് കാണാം. തനിക്ക് ഈ കളിപ്പിൽ നിർത്തിയിട്ട് എന്തെങ്കിലും ജോലി ചെയ്തൂടെ? അതൊരു കാര്യം ചെയ്യാം, നമുക്ക് സിമ്പിൾ ആയിട്ട് ട്രിപ്പ് നടക്കും, എല്ലാം നടക്കും. നമുക്ക് നമ്മുടെ കാറുണ്ടല്ലോ, അത് നമുക്ക് പൂളാക്കിയാലോ. ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു, അതും ഇല്ലാതായി. ഇത്തരം ആന്റി സോഷ്യൽസിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഒരു സംസ്കാരം എന്ന് കരുതരുത്. ഔചിത്യം 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 എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം. അത് കണ്ട് റീച്ച് ഉണ്ടായി കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ ഭ്രാന്തന്മാര് സമനില തെറ്റി കാണിക്കുന്ന വേലകൾക്ക് റീച്ച് ഉണ്ടായി കൊടുക്കരുത്. എന്തൊക്കെയോ ഹോബികളാണ്. അയക്കെന്തറ പ്രാന്താണ്. അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കേടിനെ കുറച്ച് കാണരുത്. ഇത് അതുക്കും മേലെ. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെട്ടിരിക്കുകയാണ്. അതൊന്ന് റീച്ച് ഉണ്ടാവില്ല, നല്ല റീച്ച് ആയിരിക്കും. ഈ റീച്ച് ആയിരിക്കില്ല, ഇപ്പൊ കിട്ടുന്ന റീച്ച് അല്ല. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ പൊട്ടനാ? മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ചരിത്രത്തിലെടുത്ത ഏറ്റവും കടുത്ത നടപടി. ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അധികാരത്തിന്റെ, ആ നിയമപരമായി ഉപയോഗിക്കാൻ പറ്റുന്ന പണിഷ്മെന്റിന്റെ ഏറ്റവും അങ്ങനത്തെ പണിഷ്മെന്റ് ആയിരിക്കും. ആനപ്പുറത്തിരിക്കാൻ കൊതിച്ചവൻ ശൂലത്തിൽ കയറിയെന്ന് മനസ്സിലായ? നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? മെഡിക്കൽ കോളേജ് സർവീസിന് കിട്ടാൻ പറ്റില്ല, രോഗികളെ ആശ്രയിക്കല്ലേ. ഇതുപോലുള്ള ആളുകളെ മെഡിക്കൽ കോളേജിനെ കക്കൂസ് കഴിക്കണം. ഓരോരോ പട്ടിത്തീട്ടങ്ങളെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.